നമസ്കാരം. രണ്ടാമത്തെ ദിവസമുള്ള നമ്മുടെ കൊച്ചിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ വളരെ പതുക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞ് കുറേ പേര് കംപ്ലയിൻ്റ് ചെയ്ത കാരണം ഇനി നോർമൽ ഒച്ചാണെങ്കിലും മനുഷ്യ ഒച്ചായി മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി ഭേദമാവുമല്ലോ അല്ല. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. കുറേ പേര് സോഷ്യൽ മീഡിയയിൽ മാർക്കോ എന്തുകൊണ്ട് ഇത്ര വയലൻ്റാണ്, എന്തിന് ഇത്ര ബ്ലഡ് ഷെഡ്, എന്തിന് ഇത്ര വയലൻസ് എന്നൊക്കെ ചോദിച്ചു. അതിൽ പറഞ്ഞിട്ടുണ്ട് വയലൻ്റ് മൂവിയാണ്. അതിൻ്റെ നിർമ്മാതാക്കൾ നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വയലൻ്റ് മൂവി ആയിരിക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്? കാണാത്തവർ കാണണ്ട. ഇത് ജസ്റ്റ് വെറുതെ ബ്ലഡ് ഷെഡല്ല. അതിൽ ഹനീഫ് അദേനി എന്ന ബ്രില്ലിയൻ ഡയറക്ടറുടെ ഒരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജോൺ വിക്ക് സീരീസിനുള്ള ട്രിബ്യൂട്ട് എന്ന് തന്നെ കരുതിക്കൊള്ളൂ. ഇങ്ങനത്തെ ഒരു സിനിമ മലയാള സിനിമ ഉണ്ടായിട്ടില്ല. എന്തിനാ ഇന്ത്യൻ സിനിമയിൽ പോലും ഇത്രയും ധൈര്യം കാണിച്ചിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്ന അനിമൽ മൂവി അതിൽ കുറച്ച് വയലൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇത് വെച്ച് നോക്കുമ്പോൾ കില്ല് പോലും ഇതിനേക്കാളും ഭീകരമൊന്നും ആയിരുന്നില്ല. കില്ലിനേക്കാളും ഭീകരമാണ് മാർക്കോ. അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകരതയുടെ കൊടുമുടി ഇത് താണ്ടിയിട്ടുണ്ട് എന്ന്. അതുമാത്രമല്ല, ഒരു സ്റ്റെയർ കേസ് ഫൈറ്റുണ്ട് അതിലെ ലൈറ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് രസമായിട്ടാണ് അതിൻ്റെ ലൈറ്റിംഗ് ചെയ്ത ആളും ക്യാമറ വർക്കും സ്റ്റണ്ട് കോറിയോഗ്രാഫറും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഉദാഹരണത്തിന് അതിൽ ആ സ്റ്റെയർ കേസ് ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊരു സിംഗിൾ ടേക്ക് ഷേക്കി ക്യാം ഫൈറ്റ് എന്ന് പറയാം. അത് വളരെ ബ്രില്യൻ്റായിട്ടാണ് ക്യാമറ വർക്കും ലൈറ്റ്സ് മാനും എല്ലാവരും കൂടി കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റണ്ട് കൊറിയോഗ്രാഫറും പിന്നെ ആക്ടേഴ്സും പെർഫോമേഴ്സും. അത് ശ്രദ്ധിച്ചറിയാം. ലോ ബേസിൽ തുടങ്ങുമ്പോൾ ഒരു നാച്ചുറൽ ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത ബേസിൽ പോകുമ്പോൾ, അടുത്ത സ്റ്റെയർ കേസിൻ്റെ അടുത്ത ലെവലിൽ പോകുമ്പോൾ നിയോൺ യെല്ലോ ലൈറ്റ്, പിന്നെ അടുത്ത ലെവലിൽ നിയോൺ ഗ്രീൻ ലൈറ്റ്, ടെറസിലെത്തുമ്പോൾ ബ്രൈറ്റ് സൺലൈറ്റ്. ഇതൊക്കെ ഒരു ബ്രില്യൻ ഡയറക്ടർ അതിനെ കോർത്തിണക്കി യോജിപ്പിച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ആ ചിത്രം വിജയിക്കുന്നത്. അല്ല വെറുതെ വയലൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പുറവിളിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. അത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വയലൻസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട. 18 വയസ്സിന് താഴെയുള്ളവർ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല. അതുപോലെ ഗർഭിണിയായ സ്ത്രീകൾ, ഞാൻ കണ്ടപ്പോൾ സ്ത്രീകൾ എത്ര പേരുണ്ടായിരുന്നു. അവരൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അത് വയലൻസിനെ അല്ല ആസ്വദിക്കുന്നത്, വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല. അതിലെ ആ കഥ, റിവഞ്ച് ഡ്രാമ വളരെ മനോഹരമായി സ്ലിക്ക് എഡിറ്റിംഗ് ചെയ്തതുപോലും വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. നമ്മളെ പിടിച്ചിരുത്തുന്നു. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവൽ ബ്ലോക്ക് ആവുന്നത് നമ്മൾ അറിയുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് അതിലും ദ്രുതഗതിയിലാണ് പോകുന്നത്. സോ ഇതൊക്കെ ഒരു ക്രാഫ്റ്റാണ്, ഒരു സംവിധായകൻ്റെ ക്രാഫ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മുൻപത്തെ സിനിമ രണ്ടും പരാജയമായിരുന്നു. കാരണം അദ്ദേഹം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇത്രയും നല്ലൊരു സിനിമ നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ കുറേ പേര് അതിനെ വിമർശിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എഗെയിൻ പറയുന്നു, ഇത് അവർ നിർമ്മാതാക്കൾ പറഞ്ഞ പോലെ, ഈ സിനിമ നിർമ്മിച്ചവർ പറഞ്ഞ പോലെ ഇതിൽ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല. ഇപ്പോൾ എവിടെയാണ് വയലൻസ് ഉള്ളത്? മഹാഭാരതത്തിൽ വയലൻസ് ഇല്ലേ? രാമായണത്തിൽ വയലൻസ് ഇല്ലേ? അതൊക്കെ വയലൻസ് തന്നെയാണ്. അത് നമ്മുടെ കാഴ്ചപ്പാട്. ഇതൊരു കലാ സൃഷ്ടിയായി കണ്ടു കഴിഞ്ഞാൽ അത്രയും വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവനവൻ്റെ കാഴ്ചപ്പാട്. ഇത് ചിലവർ, ഇത് കാണാത്തവർ തന്നെ ഇതിന് വിമർശിക്കുന്നുണ്ട്. മാർക്കോ ഭയങ്കര ഉണ്ണിമുകുന്ദനോട് ഒരു വ്യക്തി വൈരാഗ്യം പുലർത്തുന്നവരുണ്ട്. ചിലർ വിമർശിക്കുന്നേ ഇല്ല. കാരണം അതിൽ പഴയ ചില വ്യക്തി വൈരാഗ്യങ്ങളുമുണ്ട്. അത് വേറെ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇപ്പോൾ പറയാൻ വന്നത്, മാർക്കോ അവസാനത്തെ നമ്മുടെ ഈ 2024 അവസാനം മലയാള സിനിമയിൽ വന്ന ഒരു റവല്യൂഷണറി ഫിലിം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ബോളിവുഡിൽ ഇപ്പോൾ വരുൺ ധവാൻ്റെ പടം ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ആ ചിത്രം മാറി മാർക്കോ ആണ് പ്രദർശിപ്പിക്കുന്നത് ഹിന്ദി വേർഷൻ. അങ്ങനെയാണ് കേട്ടത്. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് അതാണ്.
സോ ഓഡിയൻസിൻ്റെ റിസപ്ഷൻ, ദ റിസപ്റ്റീവ് മൈൻഡ്, അവർ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞു. അതിൽ നമ്മൾ ചിലവർ അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല, കാലത്തിനനുസരിച്ച് നീങ്ങുക. സോ എന്തായാലും മാർക്കോ, വീണ്ടും പറയുന്നു, ഒരു ദ്രുതഗതിയിലുള്ള നല്ലൊരു ത്രില്ലർ, ദ അറ്റ്മോസ്റ്റ് ഡേഞ്ചറസ് വയലൻസ് ഉള്ള മൂവിയാണ്. അതിൻ്റെ മാർക്ക് ഇടാൻ ഞാനാളില്ലെങ്കിലും ഒരു മാർക്ക് നമുക്ക് ഇടാം. ഒച്ചിൻ്റെ മാർക്ക് ഒരു 10-ൽ ഒരു 7, 100-ൽ 70, അങ്ങനെ നമുക്ക് കൊടുക്കാം അല്ലേ. പിന്നെ രവി ബാസുറിൻ്റെ ഇലക്ട്രോണിക് മ്യൂസിക് BGM, അതും വലിയൊരു പങ്ക്, നിർണായക പങ്ക് ഈ മൂവി സക്സസ് ആവാൻ വഹിച്ചിട്ടുണ്ടെന്ന്. രവി ബാസുറിൻ്റെ വലിയൊരു പങ്ക് തന്നെയാണ് വഹിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ വളരെ ലൗഡാണ്. ലൗഡെന്ന് പറഞ്ഞാൽ ആ രംഗങ്ങൾക്ക് അനുസൃതമായി അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ മൂവിയുടെ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വളരെ സഹായകരമായിട്ടുണ്ട്. ഇനിയോ മാർക്കോ നല്ലൊരു മാർക്കുമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഉണ്ണി മോഹൻ്റെ ഭാവുകങ്ങൾ, പക്ഷെ അടുത്ത പടം ചെയ്യുമ്പോൾ ഇതേപോലെ റിപ്പറ്റേറ്റീവ് വയലൻസ് വരുത്താതെ നോക്കുക. കാരണം ഒരു ഫോർമുല ക്ലിക്കായി കഴിഞ്ഞാൽ വീണ്ടും അതിൽ കയറി പിടിച്ച് കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ആവും. അതാണ് ഡയറക്ടറായ ഞാൻ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും മാർക്കോ 2 ദയവ് ചെയ്ത് എടുക്കരുത്. മാർക്കോ 2 ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ 2ാം ഭാഗം ഇന്ത്യൻ 2-ന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ തീരെ പ്ലാൻ ചെയ്യാതെ എടുത്ത കാരണമാണ് ഇത് സംഭവിച്ചത്. അതുപോലെ ആവരുത്. മാർക്കോ 1 മാർക്ക് മതി, നമുക്ക് തന്നെ മാർക്ക് കിട്ടിയില്ലേ, അത് മതി. അപ്പോൾ വീണ്ടും നാളെ കാണാം. 2ാമത്തെ ദിവസം കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ടുണ്ട്. ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുമെന്നിട്ട് ഇതൊന്ന് ഫേമസ് ആക്കൂ. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്.